ഒത്തിരി ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ആക്ച്വലി. ഇപ്പോൾ ഞാൻ ഷോപ്പിലാണ്. ഒരുപാട് വർക്ക് വന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് തീർക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സിലായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് റെനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പിൽ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. കാരണം നേരത്തെ കണ്ടതുപോലെയല്ല, ചെറുതായിട്ട് എന്തോ ഓക്കെ ഐ എം കമ്മിങ്. മോളുണ്ട് ഷോപ്പിൽ. ഇപ്പം ടാബ് കൊടുത്തു ഇത് കാണാനായിട്ട്. എന്താ കാണുന്നത് കുഞ്ഞ്? ഡയനയാണോ കാണുന്നത്? റോമ ആൻഡ് ഡയന എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് കാണുന്നത് ആക്ച്വലി. അങ്ങനെ പറഞ്ഞുകൂടാ, പക്ഷേ 2 വശമുള്ള പിള്ളേരുന്ന് ഓരോന്ന് കാണിക്കുന്നതാണ് ഈ കുട്ടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഊണിലോ ഉറക്കത്തിലോ എപ്പോഴും ഡയന എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡയന ഒരു സ്ഥലത്ത് നടക്കുന്നു, ഞാനിവിടെ ഷോപ്പിൽ നിൽക്കുന്നു. വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ നമ്മൾ ഒരുപാട് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ആ കുട്ടിക്ക് ഇഷ്ടം ഡയന കാണാനാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നാൾ കാണട്ടെ. പിന്നെ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേനും താനേ ശരിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഇവിടെ ചെറിയ കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെയും ഒക്കെ കുറച്ച് വർക്ക് നടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് വർക്ക്, ഇഷ്ടം പോലെ വർക്ക്. അത് പക്ഷേ ഞാൻ അങ്ങനെ എന്താ പറയുക, ഒരു മോശപ്പെട്ട രീതിയിലല്ല കേട്ടോ പറയുന്നത്, വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. എനിക്ക് ഇത്രയും ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, ഞാൻ വർക്കിലായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷമാണതിൽ. നിങ്ങൾ അത്രയും നമ്മളെ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം നമ്മളെ വിശ്വസിച്ച് ഇവിടെ വർക്ക് കൊണ്ടുവരുന്നു, എന്താ പറയുക, നല്ല അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് കേൾക്കുന്ന എന്നെ അതൊരു വലിയൊരു കാര്യമാണ് എനിക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് വർക്കും കാര്യം. ഇപ്പോൾ അനിലയുടെ യൂണിഫോം ഒക്കെ മാറി. അനില യൂണിഫോം കാണിച്ചു കൊടുക്കൂ പ്ലീസ്. സീനിയർ മാനേജറിൻ്റെ യൂണിഫോം മാറിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അനിലയുടെ യൂണിഫോം? ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിപ്പോൾ ഇതെല്ലാം കഴിയാറായി. ഇനിയിപ്പോൾ അടുത്ത 2ാമത്തെ സ്റ്റോക്ക് വന്നിട്ട് അത് വീണ്ടും കഴിയാറായി. ഇനി അടുത്ത സ്റ്റോക്ക് ഇനി വരുന്നുണ്ട്. അപ്പോൾ ആഭരണത്തിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ആഭരണത്തിന് വേറൊരു ഡിസ്പ്ലേ റൂമുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് സാരീസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മുടെ ഈ റൂം അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് എന്താ പറയുക, നമ്മുടെ ഫാബ്രിക്സും കുറച്ച് ജ്വല്ലറി എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൂമാണ്. കുറച്ച് സ്റ്റിച്ച്ഡ് കുർത്താസും ഒക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു റൂമിൻ്റെ പർപ്പസ്. അപ്പോൾ ഫാബ്രിക്സ് ഇനിയും വരും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഫാബ്രിക്സിന് വരുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടിയുടെ നിലവിളിക്കുന്നു. ട്രയൽ റൂം അതുപോലെ തന്നെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈനർ സ്റ്റുഡിയോ റൂം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ക്രിസ്മസ്. ഇവിടെ ഒരു കുഞ്ഞു കയറി കിടക്കുന്നുണ്ട്. അയ്യോ, ചുമ്മാ കരയുന്നതാണ് കേട്ടോ. ഇത് ഡ്രാമയാണേ. ചോക്ലേറ്റ് വേണോ? ഓ സാരില്ല. അപ്പോൾ ഇത് നമ്മൾ വളരെയധികം സട്ടിൽ എംബ്രോയിഡറി ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു A-ലൈൻ ടോപ്പാണ്. അതിൻ്റെ താഴെ ഇതുപോലുള്ളൊരു ഫ്രിൽസ് വരുന്നുണ്ട്. ടോപ്പല്ല, ഇതൊരു ഡ്രസ്സാണ്, സോറി. അപ്പോൾ ഫുൾ സ്ലീവാണ് ഇതിൽ വരുന്നത്. ഒരു റോയൽ ഷെയ്ഡാണ്, ഒരു ഡീപ്പ് റെഡ് ടോണാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ലൈനിങ് വരുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ഹൈനെക്കാണ് കേട്ടോ വരുന്നത്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് ഡ്രസ്സാണ്. അപ്പോൾ വേണമെന്നുള്ളവർ ഇപ്പം തന്നെ പ്രീ ബുക്ക് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ നമ്മുടെ സാരീസ് എല്ലാം വരുന്നുണ്ട്. കസ്റ്റമൈസ് ചെയ്ത സാരീസാണ്. ഇത് നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്ന സാരിയാണ്. ഇത് നോക്കിക്കോളൂ. വെൽവെറ്റ് ഓർഗാൻസയിൽ കംപ്ലീറ്റ് ഫ്ലോറൽ റണ്ണിങ് ഡിസൈൻസ് ആണ് പോയിരിക്കുന്നത്. അതിനോടൊപ്പം ഉള്ളിൽ ബൂട്ടീസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നമ്മുടെ ക്രിസ്മസ് കളക്ഷനിൽ വരുന്ന കോട്ട സാരീസും ഇവിടെ ഉണ്ട്. കോട്ട ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെഷ്യലി സ്കെച്ച് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി ആണില്ല നമ്മൾ മെഷീനിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം ഇതിലൊരു യെല്ലോ വരുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി വരുന്നുണ്ട്. ബാക്കിയെല്ലാം ബ്ലൗസസും നമ്മളിവിടെ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഒത്തിരി ബ്രൈഡൽ എൻക്വയറീസും ബ്രൈഡ്സും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സ് എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആഭരണത്തിൻ്റെ ഡിസ്പ്ലേ നമ്മൾ പുതിയതായിട്ട് വെച്ചാണ് കേട്ടോ. ഇവിടെ ആഭരണത്തിൻ്റെ ഡിസ്പ്ലേ ടേബിൾ റെഡിയാണ്. ഇവിടെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഒരുപാട് ആഭരണത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് പിക്ഡ് കളക്ഷൻസ്. നിങ്ങൾക്ക് ഒരുപാട് പീസസ് കാണിച്ചത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല. വളരെയധികം എന്താ പറയുക, ഹാൻഡ് പിക്ഡ് ആയിട്ട് വരുന്ന കളക്ഷൻസാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആഭരണത്തിൻ്റെ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ലേബൽ അനുരാധയിലേക്ക്, നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നവർക്ക് ഇവിടെ വന്ന് ആഭരണവും ഷോപ്പ് ചെയ്യാം, ഇരുന്ന് നോക്കി സെലക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ വളരെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള പീസസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഹാൻഡ് എംബ്രോയിഡറി ഇരിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകാം. ഒരു സാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു സാരിയാണ് ഇത്. ആക്ച്വലി
വെൽവെറ്റ് ഓർഗാൻസയുടെ ഫാബ്രിക്കാണ് കേട്ടോ. അതിലിതേ ഇങ്ങനെ സറി എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി പ്ലസ് ഇതിൽ കട്ട് ബീഡ് എല്ലാം വെച്ചിട്ടുണ്ട്, ഹാൻഡ് എംബ്രോയിഡറി എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇനി മുതൽ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വളരെയധികം യുണീക്കായിട്ടുള്ള സാരീസ് ഇവിടെ ചെയ്തെടുക്കുവാണ്. ഒരു ഡിസൈനർ പീസൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഒരു എന്താ പറയുക, ഞാൻ ഇച്ചിരി യുണീക്കായിട്ട് നിൽക്കണം, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് സാരീസ് കസ്റ്റമൈസ് ചെയ്യാം. നമ്മൾ ഫാബ്രിക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം സാരീസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി കുറച്ച് സാരീസ് കസ്റ്റമൈസ് ചെയ്ത് വെക്കുവാണ്. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാം ഹാൻഡ് എംബ്രോയിഡറി കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുട്ടീക്കിൽ ഇപ്പോൾ നടക്കുന്ന വിശേഷം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിന് നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ വളരെയധികം തിരക്കിലായി പോയി എന്ന് പറയുന്നത് ഞാൻ വളരെ സന്തോഷത്തിലാണ് പറഞ്ഞത്. എനിക്ക് ഈ വരുന്ന വർക്കും കാര്യങ്ങളെല്ലാം ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ, ഞാൻ ഒരു 6-7 months ബാക്ക് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സമയത്തും ഒക്കെ ഞാൻ ആലോചിക്കുന്നു. ആ ഒരു സമയവും ഞാൻ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നു. അതിനോടൊപ്പം എന്താ പറയുക, ഞാൻ എൻ്റെ സത്യം പറഞ്ഞാൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ തിരിച്ചു വരും, ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അതെല്ലാം പോസിബിൾ ആവുന്നു. അതെല്ലാം കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. എസ്പെഷ്യലി കസ്റ്റമേഴ്സ് വന്ന് നല്ലത് പറയുമ്പോഴും നമ്മളടുത്ത് ഞാനിവിടെ എപ്പോഴും കാണും. ഒന്നാമത്തെ കാര്യം, ഒന്ന് എൻ്റെ വീടടുത്താണ്, എനിക്ക് എപ്പോൾ വേണോ ഇങ്ങോട്ടേക്ക് വരാം. എല്ലാ ദിവസവും ഞാനിവിടെ വരാറുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ ഞാൻ ഇരുന്ന് സംസാരിക്കും. ഇപ്പോൾ എൻ്റെ ഓഫീസ് റൂമിൽ നിന്ന് ഡിസ്കസ് ചെയ്യും. നമ്മൾ ഡിസൈനേഴ്സുമായിട്ട്, ഇവിടെ ഇപ്പോൾ ഡിസൈനേഴ്സ് ഉണ്ട്, ഡിസൈനേഴ്സുമായിട്ടൊക്കെ ഡിസ്കഷൻ കാര്യങ്ങളും എല്ലാത്തിലും ഞാനും കൂടി ഇൻവോൾവ് ആണ്. ഇവിടെ വീട്ടിൽ അമ്മ ഇല്ലാത്ത ദിവസമാണ് പുടു ഇങ്ങോട്ട് വരുന്നത്. വീട്ടിൽ ലക്ഷ്മി അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ പുടു അവിടെ ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ അമ്മ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അത് കാരണമാണ് പുടു ഇവിടെ വന്നത് കേട്ടോ. എൻ്റെ ഐസൈറ്റിൻ്റെ അടുത്തൊന്നും മാറാറില്ല, ഇവിടെ തന്നെ നിൽക്കാറുണ്ട്, എന്നെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കാറുണ്ട്. എല്ലാവരുടെ കൂടെ അങ്ങ് പോവും. പിന്നെ ആൾക്ക് കുറച്ച് ഇതെന്ന് വെച്ചാൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. പിന്നെ ഇതെല്ലാം സ്കൂളിൽ പോയി കഴിയുമ്പോൾ മാറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നടക്കുന്നത്. ഇത് നോക്കിക്കാൻ നമ്മുടെ ക്രിസ്മസ് സാരിയാണ്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതേ സെയിം മോട്ടിഫാണ്, നമ്മുടെ ക്രിസ്മസിൻ്റെ മോട്ടിഫാണ്. ഇതേ സെയിം മോട്ടിഫാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. പിന്നെ ഗ്രീൻ സറിയും യൂസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ഒരു മോട്ടിഫ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡ്, ഗ്രീൻ സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഷോപ്പ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ അവൈലബിൾ ആണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ബുട്ടീക്ക് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇപ്പം ഷോർട്സ് ആയിട്ടൊക്കെ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുകൂടാതെ നമ്മുടെ ലേബൽ ആൻഡ് ആഭരണത്തിൻ്റെ പേജിലൊക്കെ എപ്പോഴും എല്ലാ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റഗ്രാം പേജും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ ലേബലിൽ ഒരു യൂട്യൂബ് ചാനലും കൂടിയുണ്ട്, അതും കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്താ പറയുക, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാനാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൂടെ നിൽക്കുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നു. നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിഷയൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ വർക്ക് ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഓരോ ദിവസം നമ്മൾ ഓരോ വർക്കായിട്ട് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിസൈനേഴ്സ് ഇവിടെ ഉണ്ട്, റോഷന ആൻഡ് സ്വാതി ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഒരു ബ്ലൗസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് സൈസ് കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഇതുപോലുള്ള എംബ്രോയിഡറി, അതായത് ഇപ്പോൾ ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണല്ലോ, അപ്പോൾ ഇതെല്ലാം നമുക്കിങ്ങനെ പൊളിച്ചിട്ടേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സൂചി പൊട്ടിപ്പോവും അല്ലേ, സൂചി പൊട്ടിപ്പോവും. അപ്പം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ ഇതൊരു കസ്റ്റമറിൻ്റെ, ഇത് എനിക്ക് തോന്നുന്നു എം ലോഫ്റ്റ് എന്നെടുത്തൊരു ഭയങ്കര ഭംഗിയുള്ളൊരു സാരിയാണ്. അപ്പോൾ അതിൻ്റെ ബ്ലൗസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ ഇതുപോലെ ഹാങ്ങിങ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ തന്നെ ഹാങ്ങിങ്സ് എല്ലാം മേടിച്ചിട്ട് വന്നു. അപ്പോൾ അത് വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിസൈനേഴ്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ പക്കയായിട്ട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ടീം എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഒരു ടീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് എല്ലാം നല്ല സ്മൂത്തായിട്ട് പോകും. നമുക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ ടെൻഷൻ അടിക്കില്ല എന്നല്ല പറയുന്നത്, ഈ ടെൻഷൻ വരുന്ന ഒരുപാട് ഇഷ്യൂസ് നമുക്ക് വരാം. കാരണം മെഷർമെൻറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, ഒരു കട്ടിങ്ങിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, എന്തെങ്കിലും കുറച്ച് എല്ലാ കാര്യത്തിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ വർക്ക് ചെയ്യാൻ സമയത്ത്
നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ എന്നാലും നമ്മുടെ അടുത്ത് നല്ലൊരു സ്ട്രോങ് ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ടീം ടച്ച്വുഡ് ഭയങ്കര നല്ല ടീമാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് എല്ലാ ദിവസവും നമുക്ക് ഡിസ്കഷൻസ് ഉണ്ട്. എന്താ പറയുക, കസ്റ്റമറിൻ്റെ ഔട്ട്ഫിറ്റ്സിൻ്റെ കാര്യങ്ങൾ, മെഷർമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ, ഹാൻഡ് എംബ്രോയ്ഡറി, മെഷീൻ എംബ്രോയ്ഡറി, എല്ലാ കാര്യത്തിനെക്കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ദുബായിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും നമുക്ക് മീറ്റിങ്സ് ഉണ്ടാകും എന്നാണ് ഞാനിവിടെ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. കാരണം നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടല്ലേ ഇപ്പോൾ ഒരു കസ്റ്റമർ നമുക്കൊരു വർക്ക് തരുന്നത്. അപ്പോൾ എന്താണെങ്കിലും വർക്ക് ഈസ് വർക്ക്. അപ്പോൾ നമ്മൾ അതൊരു ചെറുതോ വലുതോ എന്നില്ല. അപ്പോൾ ഏതൊരു വർക്ക് ആണെങ്കിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സിൽ എടുത്തിട്ടായിരിക്കും എല്ലാം ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ജോലി വരുന്നത്. പിന്നെ എൻ്റെ റൂമിൽ ഞാൻ പുതിയൊരു കുഞ്ഞ് ടേബിൾ മേടിച്ചു, എനിക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിവിടെ കുറച്ച് എഡിഷൻസ് മേടിച്ചിട്ടുണ്ട്, സോഫ്റ്റ് ബോക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ. അതെനിക്ക് ചെറിയൊരു പ്ലാനിങ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനത് റിവീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇനി പോയിട്ട് വന്നിട്ടേ നടക്കുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.